ദുരന്തമുണ്ടായ കള്ളാടിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ. കനത്ത മഴ പെയ്തതിന് പിന്നാലെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇതോടെ പ്രദേശത്ത് തെരച്ചിൽ ദുഷ്കരമായി. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ചികിത്സയിലുള്ള 7 പേരിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. മരിച്ച 3 പേരുടെയും മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ വയനാട്ടിൽ എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ നെടുമ്പാല ചേരുന്നു. ഫൈസൽ, ഈ മണ്ണിടിയുന്നു എന്ന് വെച്ചാൽ ഇപ്പോഴും ഇടിഞ്ഞു വീണ് മൊത്തം പ്രതിസന്ധി ഉണ്ടാക്കാൻ തക്ക വണ്ണം മണ്ണവിടെ ബാക്കിയുണ്ടോ? നിഷാദ്, മണ്ണ് ഇടിയുന്നുണ്ട്, പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ തടസ്സമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുകളിലാണ് ഇപ്പോൾ മണ്ണ് ഇടിയുന്നത്. കനത്ത മഴയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഇവിടെ പെയ്യുന്നത്. ഇടവിട്ട് ശമനമുണ്ടെങ്കിലും ശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. ആ മഴയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ചെറുതായി മണ്ണിടിച്ചിൽ മുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത്രയും മണ്ണ് ഇനിയും അതിന് മുകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ നീല ടാർപ്പായി മൂടിയിട്ടിരിക്കുന്നതൊക്കെ തന്നെ ആ മൺകൂന തന്നെയാണ്. അത്തരം മണ്ണ് ഈ ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം. അതിന്റെ ഒരു ഭാഗത്തുള്ള മണ്ണാണ് ചെറുതായി ഇടിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി മഴ കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ മണ്ണ് താഴേക്ക് ഇടിഞ്ഞു വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇന്നലെ സംഭവിച്ച അത്ര വലിയ വ്യാപ്തിയിലേക്ക് അത് കടക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും വലിയ തോതിൽ തന്നെ പുരോഗമിക്കുകയാണ്. JCBയും ഹിറ്റാച്ചിയും അനുബന്ധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്ത് ആളുകളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഇനിയും നമുക്ക് 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. കൃത്യമായ കണക്ക് പ്രകാരം 5 പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ആ കണക്ക്. അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. 4 സോണുകളിലായി തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അതിൽ NDRF, ഫയർഫോഴ്സ്, അതുപോലെ സന്നദ്ധ സംഘടനയിലുള്ള ആളുകൾ, പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേടാവർ നായകളുണ്ട്, അതുപോലെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനടിയിലുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ആവശ്യമായ ഉപകരണങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നുണ്ട്. അത്തരത്തിൽ ഏതെല്ലാം സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. പുഴയുടെ ഇരുവശങ്ങളിലുമായി തിരച്ചിൽ നടക്കുന്നുണ്ട്. പുഴയുടെ താഴ്ഭാഗത്തായി ഒരു സംഘം തിരച്ചിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നമുക്കുണ്ടായിരുന്ന പ്രതിസന്ധി ഈ വഴിയായിരുന്നു. വഴിയിലൂടെ പോകാൻ കഴിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത്യാവശ്യ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി 11 മണിയോടുകൂടി ഈ വഴി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ അടിയന്തര വാഹനങ്ങളൊക്കെ തന്നെ കടന്നു പോകാനും JCBയും അതുപോലെ ടിപ്പറും ഒക്കെ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ ഇപ്പോഴും 5 പേർ മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് വിവരം. അവരെ കണ്ടെത്തുക തന്നെയാണ് രക്ഷാപ്രവർത്തകരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മഴ കൂടുതൽ കനക്കുകയാണെങ്കിൽ ആ മണ്ണ് ഇനിയും ഇടിയാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. മന്ത്രിമാരായ T സിദ്ദിഖും AP അനിൽകുമാറും സ്ഥലത്തുണ്ട്. ഈ പറയുന്ന നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകീകരിക്കാൻ അവർ 2 പേരും ഇവിടെയുണ്ട്. ഉച്ചയോടുകൂടി മുഖ്യമന്ത്രിയും ഈ ഒരു പ്രദേശത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഏകോപനത്തിന്റെ കാര്യത്തിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള പാളിച്ചകളും സംഭവിച്ചിട്ടില്ല. കൃത്യമായിക്കൊണ്ട് സംവിധാനങ്ങളൊക്കെ ഇടപെട്ടുകൊണ്ട് കൃത്യമായിക്കൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് അത്യാവശ്യമായി കുടുങ്ങിയ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ റോഡ് ബ്ലോക്ക് ആയതിനു ശേഷം ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയ വിനോദസഞ്ചാരികളും അതുപോലെ ആളുകളൊക്കെ തന്നെ ആ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ അത്യാവശ്യമായി കിടക്കേണ്ട വാഹനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കടത്തി വിടുന്നുണ്ട്. അടിയന്തര വാഹനങ്ങളല്ലാത്ത വാഹനങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും 2 ഭാഗങ്ങളിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മറ്റ് പൊതുജനങ്ങൾക്കൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. സ്വകാര്യ വാഹനങ്ങൾക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അടിയന്തര വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അത് ഇന്നലെയൊക്കെ വലിയ തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഈ ആളുകൾ കൂട്ടം കൂടി നിന്നതും ഈ വാഹനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ തന്നെ വെല്ലുവിളിയായിരുന്നു. JCBയും ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോകുന്നതിനും വരുന്നതിനും വാഹനങ്ങളൊക്കെ വഴിയിലൊക്കെ തടസ്സമുണ്ടായിരുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു തടസ്സങ്ങളും ഇല്ലാതെ പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി പൂർണ്ണമായും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് മന്ത്രിമാർ പങ്കുവച്ചിരിക്കുന്നത്. ഇനിയും വലിയ തരത്തിൽ മണ്ണ് ഇവിടെ നീക്കം ചെയ്യാനുണ്ട്. ആ 2 ഭാഗങ്ങളിലായി നീക്കം ചെയ്യുന്ന പ്രവൃത്തികളും ഇവരെ പുരോഗമിക്കുന്നുണ്ട്. മണ്ണ് മാറ്റിക്കൊണ്ട് മറ്റ് ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഏതെങ്കിലും ആളുകൾ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങളോട് കൂടി തന്നെയാണ് നമ്മുടെ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇഷാദ്.